ആരും നമുക്ക് കാശ് അയച്ചത് വാങ്ങിച്ചതല്ല. നിൽക്കുന്ന ഞങ്ങളെല്ലാവരും, ഇരിക്കുന്നതിൽ പല ആളുകളും 10,000 രൂപ വെച്ച് മെമ്പർഷിപ്പ് ഓരോ കുട്ടിക്കും മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ്, ഓരോ ആളുകൾക്കും മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് നമ്മളത് വാങ്ങിയത്. ആ വാങ്ങിയ സ്ഥലത്ത് പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങൾക്കിത് പണിയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പിന്നാലെ വരുന്ന കുട്ടികൾക്കെങ്കിലും ഇത് പണിയാൻ കഴിയണം. അതൊരു സ്വപ്നം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന പദ്ധതിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട, ഞങ്ങളുടെ എല്ലാം വഴികാട്ടിയായ ഈ സംഘഗ്രാമത്തിന്റെ ആദരണീയനായ സെക്രട്ടറി DM കൃഷ്ണൻകുട്ടി സാറിനെ ഏറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നത് ക്ഷണിക്കുന്നു. മഹാത്മാ അയ്യങ്കാളി യജമാനന്റെ 161 ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്. നേരത്തെ അവതാരകൻ സൂചിപ്പിച്ച പോലെ സംഘകാരം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ ബാലൻസ് ഡേ 24 താരങ്ങളായി എത്തിയിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിഭകളെയും അവരുടെ രക്ഷിതാക്കളെയും ആദ്യമായി ഞാൻ ഈ സദസ്സിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ എത്തിച്ചേരാനുമുണ്ട്. അവരെയും ഔപചാരികമായി സംഘഗ്രാമത്തിൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സംഘഗ്രാമം ട്രസ്റ്റിൻ്റെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമായി നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും എത്തിച്ചേരാനുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബീമിഷനിൽ നിന്നുള്ള അംബേദ്കർ ദൗത്യ സംഘത്തിൻ്റെ ദൗത്യവാഹകരായിട്ടുള്ള നിരവധി പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സമുദായ സംഘടന, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ധാരാളം പേർ എത്തിച്ചേരാനുണ്ട്. ഔപചാരികതയുടെ പേരിൽ എല്ലാവർക്കും ഞാൻ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ച പോലെ മഹാത്മാ അയ്യങ്കാളി യജമാനൻ നമുക്ക് വേണ്ടി ഈ രാജ്യത്ത് ജനിച്ച് പോരാടി അദ്ദേഹത്തിൻ്റെ കർത്തവ്യം പൂർത്തിയാക്കി മൺമറഞ്ഞു പോയ ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നമുക്കറിയാം, 10 BA-ക്കാരെ കണ്ട് മരിക്കണമെന്നായിരുന്നു. അദ്ദേഹം സ്വപ്നം കണ്ടത് 10 BA-ക്കാരാണെങ്കിൽ ഇന്ന് നമുക്കിടയിൽ 10,000-കണക്കിന് BA-ക്കാരുണ്ട്. നമ്മളെല്ലാവരും നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളി സ്വപ്നം കണ്ട BA-ക്കാർ, ആ BA-ക്കാർ അവരുടെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ് ഇത്. അങ്ങനെ നോക്കുമ്പോൾ നാം എല്ലാവരും നമ്മുടെ കടമയിൽ അക്ഷന്തവ്യമായ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ തിരിച്ചറിവാണ് ഒരുപക്ഷെ മഹാത്മാ അയ്യങ്കാളിയുടെയോ ബാബാ സാഹേബ് അംബേദ്കറുടെ പേരിൽ നമ്മൾ ഇതിനെ ഒരു മിഷന്, ഒരു ദൗത്യ സംഘത്തിന് രൂപം കൊടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ നാം ആരംഭിച്ചിട്ടുള്ള നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ഭാഗവാക്കാകും എന്ന പരിപൂർണ വിശ്വാസത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ മുന്നിലുള്ള ഈ വിദ്യാർത്ഥി പ്രതിഭകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ കൈവരിച്ചവരാണ്.
അവർക്കൊക്കെ തന്നെ അവരുടെ ഭാവി ചിട്ടപ്പെടുത്താനുള്ള, ഭാവി കരുപ്പിടിപ്പിക്കാനുള്ള അവസരങ്ങൾ സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള പ്രോത്സാഹനം നൽകുക എന്നാണ് സംഘഗ്രാമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം കൂടി നാം ഇതിനോടകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആയതിനാൽ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികളും, വിദ്യാർത്ഥികളും, അവരുടെ രക്ഷിതാക്കളും, നമ്മുടെ വിശിഷ്ടാതിഥികളും, നമ്മുടെ മറ്റു അതിഥികളും എല്ലാവരും തന്നെ മഹാത്മാഗാന്ധിയുടെ, അതുപോലെ ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കറുടെ, നിരവധിയായ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ എല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ അഥവാ അവരുടെയൊക്കെ തന്നെ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പാലിക്കാൻ, പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഈ സന്ദർഭത്തിൽ നമ്മുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ